ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. പഞ്ചനൈതന്തവചരിതം. ബാദരായണ മുനി പിന്നെയും അരുൾ ചെയ്തു സാദരം ദ്രുപദ ഭൂപാലനോടതു നേരം കേൾക്കണം പുരാവൃത്തം ചൊല്ലുവൻ നരാധിപ. ഭാഗ്യവാരിധേ വിഷാദിക്കല വെറുതെ നീ. പണ്ടൊരു രാജർഷി നിതന്തുവെന്നുള്ള പേരായുണ്ടായി. അവൻ 5 പുത്രന്മാരുണ്ടായി വന്നു. സാൽവേയൻ താനും ശൂരസേനനും ശ്രുതസേനൻ ബാലജ്ഞാനികൾ തിന്ദുസാരനും അതിസാരൻ. അശ്വമേധാദികളും ചെയ്തൈവരുമായി വിശ്വാസമന്യോന്യം പൂണ്ടേകമാനസന്മാരായി വിശ്രുത കീർത്തിയോടും ഒരുമിച്ചനുദിനം വിശ്വപാലനം ചെയ്തു മരുവീടിനകാലം. ഭൗമാശി എന്നവളെ വേട്ടി കൈവരും കൂടി കൗമാര വയസിങ്കൽ സുഖിച്ചു ഭാര്യയോടും. പഞ്ചഭൂതങ്ങളോ പഞ്ചേന്ദ്രിയങ്ങളോ ബദ പഞ്ചഗോചരങ്ങളോ പഞ്ചമാരുതന്മാരോ പഞ്ചമൂർത്തികളോ ഭൂപാലകന്മാരിന്നിവർ. പഞ്ചമൂർത്തികളോ ഭൂപാലകന്മാരന്നിവർ. കിഞ്ചന ഭേദമില്ല തങ്ങളിലൊരു നേരം. വിഖ്യാത ഗുണം കണ്ടു ലോകരും പ്രശംസിച്ചു. ദുഃഖവും അകന്നൈവരും കൂടി വാണാം. അക്കാലമൈവർക്കും കൂടഞ്ചു നന്ദനന്മാരും വിഖ്യാതന്മാരായുണ്ടായി വന്നിതു ധരാപതേ. ചൊല്ലുന്നു നൈതന്തവന്മാരെന്നു നാമം അവർക്കെല്ലാവർക്കും ഓരോ രാജ്യം വെവ്വേറെയുണ്ടായി വന്നു. ഭൂമിയിൽ നൈതന്തവന്മാരുടെ പാരമ്പര്യം ഭൂമിപാലക പഞ്ചമാത്സ്യന്മാരറിഞ്ഞാലും നല്ല സാൽവേയന്മാരും ശൂരസേനന്മാരെന്നും ചൊല്ലുന്നു. ശ്രുതസേനന്മാരെന്നും അവകളെ തിന്ദുസാരന്മാരെന്നും അതിസാരന്മാരെന്നും ഇന്ദ്രസംഹിത സമാജ്ഞാകാരന്മാരായി ഇന്നും. ഓരോരോ മൂലമിവ വെവ്വേറെ നിരൂപിച്ചാൽ ആരാലും തടുക്കാവുന്നതല്ലീശ്വരമതം. പന്നകാഭരണനും അരുളി ചെയ്താനിവൾ